ഹായ് ഫ്രണ്ട്സ്, എവർക്കും നമസ്കാരം. അഡ 24/7 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ കുറിച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ എന്താ പറയുക, നല്ലൊരു പോസ്റ്റ്, അത്യാവശ്യം നല്ലൊരു ജീവിത നിലവാരം നമുക്ക് തരാൻ കഴിയുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. കേരള PSCയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. നിലവിൽ ലിസ്റ്റ് നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഈ വരുന്ന ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഡിഗ്രി ലെവലിൽ നിലവാരത്തിലുള്ള നല്ലൊരു പരീക്ഷ തന്നെയാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് നേടാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഇതിലേക്കൊരു നിയമനം നടക്കുന്നത് നമ്മുടെ കേരള സെക്രട്ടേറിയറ്റ്, അതുപോലെ കേരള PSCയുടെ വിവിധ ഓഫീസുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ നല്ലൊരു പോസ്റ്റാണ്. നമുക്ക് നല്ലൊരു നമ്മുടെ ലക്ഷ്യം അല്ലേ, നന്നായിട്ട് ഒരു ജോലി എന്നുള്ള ലക്ഷ്യം വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തയ്യാറെടുക്കാൻ പറ്റുന്ന എന്താ പറയുക, ഒരു പരീക്ഷ തന്നെയാണ് സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പ്രിലിംസ് ഉണ്ട്, മെയിൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞിട്ടാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്ക് പ്രവേശിക്കാനാവുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് നല്ലൊരു സമയമുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. പ്രീവിയസ് നടന്ന പരീക്ഷയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലുണ്ട്. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നതെന്ന് നോക്കണം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യനൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള മേഖലകൾ നന്നായിട്ട് പഠിക്കുക. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. അതുപോലെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം 50 മാർക്കാണ് മൂന്നും കൂടെ അല്ലേ. മാത്സ് 20, ഇംഗ്ലീഷ് 20, മലയാളം 10, 50 മാർക്കാണ് പ്രിലിംസിൻ്റെ ആ ഒരു സിലബസിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇംഗ്ലീഷും മാത്സും മലയാളവും കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ്. ജസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അതിനുശേഷം മെയിൻസ് പരീക്ഷ അനുസരിച്ചാണ് നിയമനങ്ങൾ നടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണം. മാത്സ് കൂടുതൽ ചെയ്ത് പഠിക്കുക. പറഞ്ഞിട്ടുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്, അത് മാത്സിൻ്റെ റീസണിങ്ങിൻ്റെ ടോപ്പിക്ക് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് അതുപോലെ. അപ്പോൾ 40 മാർക്ക് നമുക്ക് കിട്ടും. ബാക്കിയുള്ള 10 മാർക്ക് മലയാളം അത്ര കടുപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ബാക്കി 50 മാർക്കാണ് നമ്മുടെ GK എന്ന് പറയുന്നത്. GK എന്ന് പറയുമ്പോഴേക്കും സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട് അതിനകത്ത്, ആർട്ട് ആൻഡ് കൾച്ചറുണ്ട്, അതുപോലെ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അങ്ങനെ പറയുന്ന മേഖലകളുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വൈഡായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതിൽ നമ്മൾ സെലക്റ്റീവായിട്ട് പഠിക്കുക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റനിൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വന്നത്, അതുപോലെ കറണ്ട് അഫയേഴ്സ് ലെവലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും മാക്സിമം നല്ല രീതിക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഇത്രയും സമയം നമ്മൾ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അത് അങ്ങനെ ഉറപ്പിക്കുക. അത് ഒരു ദിവസം പോലും അത് മിസ്സാക്കാൻ പാടില്ല അല്ലേ. ഒരു ദിവസം എന്ത് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായാലും നമ്മൾ പഠനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. നമ്മൾ ഈ തീരുമാനിച്ച സമയം, അത് എപ്പോഴും ആയിക്കോട്ടെ, ആ സമയം നമ്മൾ പഠിച്ചിരിക്കും. അത്രയും കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഈ പഠിക്കുന്ന കാര്യങ്ങൾ, GK ലെവലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ നോട്ട്സൊക്കെ ആയിട്ട് കുറിച്ച് അങ്ങനെ വെച്ചിട്ട് പഠിക്കുക. അപ്പോൾ നോട്ട്സ് കുറിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഫുള്ളായിട്ട് സെൻറ്റൻസ് ആയിട്ട് എഴുതി വെക്കാതെ, ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്ന വേർഡ് ബൈ വേർഡായിട്ട്. ഇപ്പോൾ എന്താ പറയുക, ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് വേൾഡ് വാർ, അതിൻ്റെ ബാക്കി ഇയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് ഹൈഫൺ ഇട്ട് വേർഡ് ബൈ വേർഡായിട്ട് എഴുതുക. എന്നിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പറയുന്ന വേർഡ്സ് മാത്രം വായിച്ച് വിടാതെ ആ വേർഡ്സ് കണക്ട് ചെയ്ത് സെൻറ്റൻസ് ആയിട്ട് വായിക്കുക. അങ്ങനെ വായിച്ച് പഠിക്കുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ തലേ ദിവസം മുൻ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ട് ഇരിക്കുക. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കും. പരീക്ഷ തലേദിവസമൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോകും. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ കുറഞ്ഞ 2-3 മണിക്കൂറൊക്കെ ഇപ്പോൾ ഉള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം, അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ SSC അല്ല, നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റ് പഠിക്കുമ്പോഴത്തേക്കും ഏകദേശമുള്ള PSCയുടെ എല്ലാ പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുന്നതിന് തുല്യമാണത്. സിലബസ് ഒക്കെ ഏകദേശം സെയിം ആണ് എല്ലാത്തിൻ്റെ. ആ ഒരു ലെവൽ, ക്വസ്റ്റ്യൻ ലെവൽ മാത്രമേ ഡിഗ്രി ലെവലിൽ അല്പം കൂടിയേ ഉള്ളൂ. ബാക്കി നമ്മുടെ LD ലെവലായാലും 12th ലെവലായാലും എല്ലാം ഇതായിരിക്കും. സിലബസ് ഏകദേശം സെയിം ആണ്, പഠിക്കേണ്ട കാര്യങ്ങൾ സെയിം ആണ്. അപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ആ ഒരു ഇൻവെസ്റ്റ് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ മൾട്ടിപ്പിൾ എക്സാമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാരിലുള്ള SSC, ബാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും ഇപ്പോൾ വേക്കൻസീസ് ഒത്തിരി വരുന്നുണ്ട്. റെയിൽവേയുടെ വരാനിരിക്കുകയാണ്, ഗ്രൂപ്പ് D, NTPC ഒക്കെ. അപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറെടുക്കുക. അങ്ങനെ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു സഹായം തരാനായിട്ട് മാക്സിമം കുറഞ്ഞ ചിലവിന് നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു പഠനം നടത്തുക. അപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് വരുന്ന എക്സാംസ് എല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ മന്ത് എൻഡ് ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ജൂൺ മാസം അവസാനിക്കുന്നത് 3 ഇരട്ടി മധുരവും നിങ്ങൾക്ക് നൽകിക്കൊണ്ടാണ്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഏറ്റവും കുറഞ്ഞ പൈസയാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. അപ്പോൾ അതിന് വീണ്ടും ഡബിൾ വാലിഡിറ്റിയും പിന്നെ 17% ഡിസ്കൗണ്ട്, ഫ്ലാറ്റ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതായത് കേരള മഹാപാക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം നിങ്ങൾക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാം. 6 മാസമാണ് വാലിഡിറ്റി, ഒരു 6 മാസം കൂടി ഡബിൾ വാലിഡിറ്റി ആകുമ്പോൾ 1 വർഷത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ PSCയുടെ ആയിക്കോട്ടെ, SSCയുടെ ആയിക്കോട്ടെ, ബാങ്കിൻ്റെ ആയിക്കോട്ടെ, റെയിൽവേയുടെ ആയിക്കോട്ടെ, ഏത് പരീക്ഷയ്ക്കും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഈ 1 വർഷം നമ്മൾ ഫുള്ളും എന്ത് ചെയ്യാൻ പഠിക്കാൻ പറ്റും.
അപ്പോൾ ഏതൊക്കെ കോഴ്സ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നു ആ കോഴ്സ് എല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അല്ലേ. ഒരു വർഷം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, അതായത് മൾട്ടിപ്പിൾ കോഴ്സസിന് വേറെ വേറെ പൈസ ചിലവാക്കി നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. 3000ഓളം രൂപ ചിലവാക്കി കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് കംപ്ലീറ്റ് പാക്കേജ് നിങ്ങൾക്ക് അങ്ങ് കിട്ടുകയാണ്. അതിൽ ലൈവ് ക്ലാസ് കിട്ടും, എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കിട്ടും, അതുപോലെ അതിൻ്റെ എന്താ പറയുക എക്സാംസ് കിട്ടും, നോട്ട്സ് കിട്ടും, അതുപോലെ ഇ ബുക്സ് കിട്ടും, സീരീസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടാകും. അപ്പോൾ മഹാപാക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ഡബിൾ വാലിഡിറ്റി, അതുപോലെ ഓൾറെഡി ലോവസ്റ്റ് പ്രൈസ് ആണ്, വീണ്ടും 17% ഓഫാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ വരുന്ന അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷ അടുത്തെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന മെയിൻ എക്സാമിന് ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഉറപ്പായിട്ടും കയറിയിരിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടെ തന്നെ എന്ത് ചെയ്യുക, സെക്രട്ടേറിയറ്റിനെ ലക്ഷ്യം വയ്ക്കുക. അതിൽ കുറഞ്ഞൊന്നും നിങ്ങൾ നോക്കണ്ട. അല്ലെങ്കിൽ അടുത്ത 10th നിലവാരത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, വേരിയസ് LGC LDC നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറഞ്ഞൊന്നും നമ്മൾ ലക്ഷ്യം വെക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ച ഒരു ജോലി നേടിയിരിക്കും. അതിന് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർഷത്തേക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നല്ലൊരു ചാൻസ് ആണ്, ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നോക്കുക. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി. കാരണം ഈ ഡിസ്കൗണ്ട് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ വെറുതെ പർച്ചേസ് ചെയ്താൽ കിട്ടത്തില്ല. Y907 എന്നുള്ള കൂപ്പൺ കോഡ് എൻ്റർ ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ പർച്ചേസ് ചെയ്യുന്ന കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ADA 247 സെർച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഓൾ കോഴ്സസ് എന്നുള്ള സെക്ഷനിലേക്ക് വരിക. ഓൾ കോഴ്സസിൽ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക. സ്റ്റേറ്റ് എക്സാംസിൽ കേരള സ്റ്റേറ്റ് എടുക്കുക, അതിൽ കേരള മഹാപാക്ക്. ഓക്കെ, കേരള മഹാപാക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആകും. ഇപ്പോൾ തന്നെ കണ്ടോ 3149 രൂപയാണ് ഇതിനകത്ത്, അതായത് കുറഞ്ഞ പൈസയാണ് ഇതിനകത്ത് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇനി വീണ്ടും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്താൽ മതി. 3075 രൂപയ്ക്ക് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് എല്ലാ കാര്യവും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇത്രയും ലൈവ് ക്ലാസ്സുകളും 13,000ഓളം ടെസ്റ്റ് സീരീസുകളും 1600ഓളം ഇ ബുക്കുകളും അതുപോലെ വീഡിയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമുക്ക് 6+6 മന്ത് 12 മന്താണ് നിങ്ങൾക്ക് അതിനകത്ത് വാലിഡിറ്റി വന്നിരിക്കുന്നത്. 12 മന്ത് വാലിഡിറ്റി, ഡബിൾ വാലിഡിറ്റി ആണ്. നോർമലായിട്ട് 6 മാസത്തേക്കായിരിക്കും, ഇപ്പോൾ ഡബിൾ വാലിഡിറ്റി. അപ്പോൾ ഒരു വർഷത്തേക്ക് ഫുൾ കോഴ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ടത് Y907 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് മാത്രമല്ല, ഏതൊരു കോഴ്സ് പർച്ചേസ് ചെയ്താലും ഡബിൾ വാലിഡിറ്റിയും ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടും. മഹാപാക്ക് ഞാൻ പറഞ്ഞതിന് കാരണം ഈ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം ഒരുമിച്ച് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോക്കുക, നന്നായിട്ട് പഠിക്കുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും പരീക്ഷകളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാംസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യേണ്ടതിനെക്കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു സെഷനായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.